ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവനോം സ്റ്റോറി ടെല്ലർ 2.0. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. രാവിലെ 6 മണി. അലാറം വെച്ച് ഇഷ എഴുന്നേറ്റു. അവൾക്ക് അമ്പലത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവൾ എഴുന്നേറ്റത്. പക്ഷെ ഒറ്റയ്ക്ക് പോകണമെന്നത് സേഫ് അല്ല എന്ന് നല്ല ഉറപ്പ് ഇഷയ്ക്കുള്ളതിനാൽ അവൾ രുദ്രനെ വിളിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പതിയെ തനിക്ക് അരികിൽ കിടന്ന രുദ്രന്റെ പുറത്ത് തട്ടി വിളിച്ചു. രുദ്ര, രുദ്ര. ഇഷയുടെ വിളി അവൻ നല്ല മുഷിച്ചിലോടെ തന്നെയാണ് കേട്ടത്. എന്താടി രാവിലെ, നിനക്ക് എന്താ? രുദ്രൻ പെട്ടെന്ന് അവളോട് ചൂടായി. പെട്ടെന്നായതിനാൽ അവളും ഒന്ന് പേടിച്ചു. അത് കണ്ടതും രുദ്രൻ സൗണ്ട് മയപ്പെടുത്തി ചോദിച്ചു, എന്താ രാവിലെ, കാര്യം പറ. രുദ്രന്റെ ശബ്ദമൊന്ന് മയപ്പെട്ടു എന്ന് കണ്ടതും ഇഷ തന്റെ ആവശ്യം അവനോട് പറഞ്ഞു. രുദ്ര, എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് ഒന്ന് വരുമോ? ഒറ്റയ്ക്കിപ്പോൾ പോയാൽ. ഇഷയുടെ ചോദ്യം കേട്ട് മറ്റൊന്നും ആലോചിക്കാതെ തന്നെ രുദ്രൻ അതിന് മറുപടിയും നൽകി. എനിക്ക് സമയമില്ല, നീ ചെല്ല്, ഡ്രൈവർ ഉണ്ടല്ലോ. അത്രയും പറഞ്ഞ് രുദ്രൻ പിന്നെയും ഉറക്കത്തിലേക്ക് വീണു. രുദ്രനെ ഇനി വിളിച്ച തനിക്ക് നല്ലത് കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് റെഡിയാകാനായി ബാത്റൂമിലേക്കും പോയി. കുളി കഴിഞ്ഞവൾ ശബ്ദമുണ്ടാക്കാതെ കബോർഡ് തുറന്ന് തലേ ദിവസം കണ്ട് സെറ്റ് മുണ്ടുകൊടുത്ത് ശബ്ദമുണ്ടാക്കാതെ പോയി ഉടുക്കാൻ തുടങ്ങി. എന്നിട്ട് കുങ്കുമവും ഇട്ട് തിരിഞ്ഞതും മേശയിലായി വെച്ച ഫ്ലവർ വേസ് പൊട്ടി താഴേക്ക് വീണു. തൃപ്തിയായി. ഈശ ആലോചിച്ചുകൊണ്ട് തന്നെ രുദ്രനെ നോക്കി. അപ്പോഴേക്കും രുദ്രനും എഴുന്നേറ്റു. എന്നാൽ ഉറക്കത്തിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ രുദ്രൻ ഞെട്ടിപ്പോയി. സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത് നിൽക്കുന്ന ഇഷയെ ആ വസ്ത്രത്തിൽ ഇഷയ്ക്ക് വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരപ്സരസിനെ പോലെ. രുദ്രൻ ഉമിനീരക്കി അവളെ നോക്കി. കാതിൽ ചെറിയൊരു ജിമിക്കയും കഴുത്തിൽ അവൻ ചാർത്തിയ താലി, നിറകിൽ കുങ്കുമവും അത്രയും മതിയായിരുന്നു ഇഷയ്ക്ക് അവളെ സുന്ദരിയാക്കാൻ. രുദ്രൻ യാന്ത്രികമായി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഇഷയ്ക്ക് അരികിലേക്ക് നടന്നു. രുദ്രൻ അടുത്തു വണുന്നത് കണ്ട ഈഷ ഭയത്തോടെ അവനെ നോക്കി. ഉറക്കമൊഴിഞ്ഞതിൽ തന്നോട് ദേഷ്യമാകുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ രുദ്രൻ അവൾ നിൽക്കുന്ന ഭാഗത്ത് പൊട്ടിച്ചിതറിയ ഫ്ലവർ വേസ് നോക്കിക്കൊണ്ട് അതിൽ സ്പർശിക്കാതെ രുദ്രൻ ഇഷയെ അതിന് മുകളിലൂടെ പൊക്കിയെടുത്ത് അവളുടെ അരയിൽ പിടിച്ചു. ഒപ്പം പെട്ടെന്ന് തന്നെ അവളെ ഭിത്തിയിലേക്ക് ചേർത്തു. അവളുടെ ചുണ്ടുകൾ കവരാൻ തുടങ്ങിയതും പെട്ടെന്ന് ഇഷ അതിന് സമ്മതിക്കാതെ ഇഷ കൈകൾ കൊണ്ട് അവന്റെ ചുണ്ടിനെ മൂടി. എന്നിട്ട് അവനോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, രുദ്ര, അമ്പലത്തിൽ പോണം, അമ്പലത്തിൽ പോയി വന്നിട്ട് പ്ലീസ്. കെഞ്ചി പറയുന്ന ഇഷയെ നോക്കിക്കൊണ്ട് മുഷിച്ചിലോടെ അവൻ അവളിൽ നിന്നും അകന്നു. അവൻ പോകുന്നത് കണ്ട് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഇഷ പതിയെ ചിരിച്ചു. പക്ഷെ രുദ്രൻ എന്നാലോ പോയ അതേ സ്പീഡിൽ തന്നെ രുദ്രൻ അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു. ഇഷയ്ക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. ഒപ്പം അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അവൻ മാറ്റുകയും ചെയ്തു. ഇഷ എതിർക്കാൻ ശ്രമിച്ചു. എങ്കിലും അവസാനം അവന്റെ പ്രണയച്ചൂടിൽ അവൾ തളർന്ന് അവന് വിധേയായി കിടന്നു. സമയം പിന്നെയും കടന്നുപോയി. രുദ്രൻ തളർന്നു കിടക്കുന്നവളെ നോക്കി. വല്ലാതെ ചുവന്ന് കിടക്കുന്ന ഇഷയെ കണ്ടതും ചിരിയോടെ രുദ്രൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്തു. ഇരുവരും പരസ്പരം കണ്ണിൽ നോക്കിക്കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞതും തളർന്നു കിടക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു, വൈകിട്ട് അമ്പലത്തിൽ പോകാം, ഞാനും വരാം. അവന് മറുപടി നൽകാതെ അവൾ ചെറു ചിരിയോടെ അവന്റെ നെഞ്ചിൽ ഒന്നുകൂടെ തല ചായ്ച്ചു. ഇരുവരും വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു ആ നിമിഷങ്ങളിൽ. അതിനാൽ തന്നെ ഇഷ രുദ്രന് മുന്നിൽ തന്റെ നിരപരാധിത്വം തുറന്നു പറയാൻ തീരുമാനിച്ചു. ഉള്ളിൽ ഭയമുണ്ടായിരുന്നുവെങ്കിലും ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടില്ല എന്ന് മനസ്സിലായ ഇഷ പറയാൻ തീരുമാനിച്ചു. രുദ്ര, ഞാനന്ന് നിന്നെ കല്യാണത്തിൽ നിന്ന് എനിക്ക് മറ്റു വഴികളില്ലായിരുന്നു. നിന്നെ എനിക്ക്. ഇഷ, നിർത്ത്, മതി. ഇഷ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതെ രുദ്രൻ അത് തടഞ്ഞു. പക്ഷെ ഇഷ അത് തുടരാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അവൾ കാണുന്നില്ലായിരുന്നു രുദ്രന്റെ മുഖം മാറുന്നത്.
പ്രണയം നിറഞ്ഞ ഭാവം മുഖത്തു നിന്ന് മാറി അവന്റെ മുഖത്ത് ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയും അവിടെ ചെകുത്താന് സമമായ ഭാവവും നിറഞ്ഞു. പക്ഷേ ഇതൊന്നും അറിയാതെ ഇഷ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ബെഡിൽ നിന്ന് ഉയർന്ന് കാറ്റുപോലെ രുദ്രൻ അവളെ ബെഡിലേക്ക് കുത്തിപ്പിടിച്ചു. ഇഷ ശരിക്കും ഞെട്ടിപ്പോയി. അവന്റെ ചുവന്ന കണ്ണുകൾ, ഞരമ്പ് തെളിഞ്ഞ മുഖവും. ഇഷ ഭയത്തോടെ അവനെ നോക്കി. രുദ്രൻ കലിയോടെ അവളോട് മുരണ്ടു. വേണ്ട, എന്നെ ചെകുത്താനാക്കരുത്. രുദ്രൻ, ഇഷയെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. കേട്ടോ, ഞാൻ എൻ്റെ മുത്തു, നീ കാരണമാണ് എന്നറിഞ്ഞിട്ടും നിർത്തിക്കോ നീ. ആ സമയമാണ് രുദ്രന്റെ ഫോൺ അടിച്ചത്. അത് കണ്ടതും രുദ്രൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവളിൽ നിന്നും എഴുന്നേറ്റു ഫോണുമായി പുറത്തേക്ക് പോയി. ഇഷ ചത്തതുപോലെ കിടക്കുകയാണ്. അവൾക്ക് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സമയം കടന്നുപോയി. ഇഷ അതേ അവസ്ഥയിൽ തന്നെയാണ്. ഒപ്പം വല്ലാതെ കരയുന്നുണ്ട്. ഇതേ സമയം രുദ്രൻ വേഗം റെഡിയായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അതിനു മുമ്പ് ഇഷയെ ഒന്ന് നോക്കി. കരഞ്ഞു കിടക്കുന്നവളെ കാണും തോറും അവന്റെ മനസ്സ് അസ്വസ്ഥമായി. പക്ഷേ അവൻ അവൾക്ക് അരികിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ അതിന് സമ്മതിക്കാതെ അവന്റെ ഫോൺ പിന്നെയും റിങ് ചെയ്തു. അതിനാൽ തന്നെ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അങ്ങനെ ആ സമയം തീർന്നു. പിന്നെ അടുത്തത് കോട്ടയം പാല. കുറച്ചുള്ളിലേക്ക് കയറിയ ഒരു റബ്ബർ എസ്റ്റേറ്റ്. ഏക്കർ നീണ്ടു നിൽക്കുന്ന ആ റബ്ബർ എസ്റ്റേറ്റ് മുഴുവൻ മതിലുകൾ കൊണ്ട് കെട്ടിയടച്ചിരിക്കുന്നു. അതിനുള്ളിലായി ഒരു വലിയ ബംഗ്ലാവ്. അവിടേക്ക് രുദ്രന്റെ കാർ കയറി വന്നു. ഗേറ്റ് അടഞ്ഞു. ഗേറ്റിൽ നിന്നും 1 കിലോമീറ്ററോളം വണ്ടി ഓടി ആ ബംഗ്ലാവിന് മുന്നിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങി. അവിടെ രുദ്രന്റെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവർ അവനെ കണ്ടതും ബഹുമാനത്തോടെ തല താഴ്ത്തി. രുദ്രൻ അവരെ നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവനത് കണ്ടത്. ദൂരെ നിന്ന് നടന്നു വരുന്ന വിഷ്ണുവിനെ കണ്ടതും അവന്റെ മുഖത്ത് ഗൗരവം മാറി ചെറു ചിരി വിരിഞ്ഞു. വിഷ്ണു ചിരിയോടെ വന്ന് രുദ്രനെ ഹഗ് ചെയ്തുകൊണ്ടിട്ട്, കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനെയും. നിന്റെ സംശയം ശരിയാണ്. ഇഷയുടെ പാരൻസിനെ കൊന്നതും അഷീത്തിനെ കൊല്ലാൻ നോക്കുന്നതും ഇവർ തന്നെയാണ്. നീ പറഞ്ഞ് ഏൽപ്പിച്ച ആളുകൾ ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ കിട്ടിയത്. പുറത്തോടെയുള്ള വിഷ്ണുവിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു, എന്നിട്ട് അവരെന്ത് ചെയ്യും? അതിന് വിഷ്ണുവിന്റെ ചിരി മാത്രം മതിയായിരുന്നു അതെവിടെയാണ് എന്ന് രുദ്രന് മനസ്സിലാകും. അവർ ഇരുവരും ആ ബംഗ്ലാവിനുള്ളിലായി കുറച്ചകത്തേക്ക് മാറി. ആരുടെയും ശ്രദ്ധ പെട്ടെന്ന് എത്തിച്ചേരാത്ത പോലെ ഒരു ഭാഗത്ത് അറിയാവുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഭിത്തിയിലായി പിടിപ്പിച്ച ഒരു വാതിൽ. അത് അവർ തുറന്ന് അകത്തേക്ക് കയറി. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഈ ബംഗ്ലാവിൽ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു താവളമാണ്. രുദ്രനും വിഷ്ണു അകത്തേക്കുള്ള പടിയിറങ്ങി. അത് ശരിക്കും ഉള്ളിലേക്ക് ഒരു തുരങ്കം പോലെ തോന്നിക്കുന്ന വഴി. അവർ അകത്തേക്ക് കടക്കും തോറും അവിടെയുള്ള ലൈറ്റുകൾ തെളിഞ്ഞു. കുറച്ച് മുന്നോട്ട് പോകവേ അവിടെ മറ്റൊരു വാതിൽ. അവർ ഇരുവരും അത് തുറന്ന് അകത്തേക്ക് കയറിയത് ഉള്ളിൽ നിന്ന് ഞെരുക്കവും മൂളലും കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് കേൾക്കും തോറും ചിരിയോടെ രുദ്രൻ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി. 3 പേരെ വെറും ഇന്നർ മാത്രം ധരിച്ച് കസേരയിൽ കെട്ടിയിരിക്കുകയാണ്. രുദ്രൻ അവരെ നോക്കിക്കൊണ്ട് അവർക്ക് മുന്നിലേക്ക് ഒരു കസേര വലിച്ചിട്ടു. എന്നിട്ട് അതിലിരുന്ന് അവരെ നോക്കി. കേരളത്തിലെ തന്നെ പേര് കേട്ട ഗുണ്ടകൾ, മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടി നുറുക്കാനും മടിയില്ലാത്തവർ, അല്ലെങ്കിൽ അതിന് ലഹരിയായി കാണുന്നവർ, ഭയം എന്താണ്
എന്ന് പോലും അറിയാത്തവർ. പക്ഷെ ഇന്ന് അവരുടെ മുഖത്ത് ഭയമുണ്ട്, പ്രാണന് വേണ്ടിയുള്ള ഭയം. കാരണം അവരുള്ള റൂമിൽ തന്നെ വലിയ വേട്ടപ്പട്ടികളുണ്ട്. അവരുടെ ആഘോഷം. രുദ്രൻ കയറി വന്നപ്പോൾ അവരുടെ സൈലൻസ് എല്ലാം തന്നെ ഈ ഗുണ്ടകളെ ഭയപ്പെടുത്തി. നിനക്കൊക്കെ പേടിയുണ്ടല്ലേ? രുദ്രൻ പുച്ഛത്തോടെ ചോദിച്ചു. അവർക്ക് മറുപടി പറയാൻ ആഗ്രഹമുണ്ട് എങ്കിലും അവരുടെ ശരീരം രുദ്രന്റെ ആളുകളൊന്നും മേഞ്ഞതിന് അതിനു പോലും അവർക്ക് കഴിയുന്നില്ല. രുദ്രൻ തുടർന്നു. നീയൊക്കെ കുറെ പേരുടെ ജീവൻ എടുത്തപ്പോൾ ഓർത്തില്ല. നീയൊക്കെ നിനക്ക് വേണ്ടി സോറി നീയൊക്കെ കുറെ പേരുടെ ജീവൻ എടുത്തപ്പോൾ ഓർത്തില്ല അല്ലേ? നിനക്കൊക്കെ വേണ്ടി ഭൂമിയിൽ ഒരു ചെകുത്താൻ ജീവിച്ചിട്ടുണ്ട് എന്ന്. അത്രയും പറഞ്ഞു രുദ്രൻ വിഷ്ണു എന്നുറക്കെ വിളിച്ചു. വിഷ്ണു അത് മനസ്സിലാക്കിയതുപോലെ അവൻ പോയി ആ നായകളുടെ കൂടിൻ്റെ വാതിൽ തുറന്നു. അവർ രുദ്രനെ കണ്ട് ഒന്ന് ശാന്തമായി നിന്നു. രുദ്രൻ ചിരിയോടെ ആ ഗുണ്ടകളുടെ കയ്യിലേക്ക് കെട്ടയച്ചുകൊണ്ട് പറഞ്ഞു, പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ നോക്ക്. അത്രയും പറഞ്ഞു വിഷ്ണുവും രുദ്രനും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. പുറകിൽ നായകളുടെ മുരളലും ആ ഗുണ്ടകളുടെ അലർച്ചയും കരച്ചിലും കേൾക്കുന്നത് ചിരിയോടെ ശ്രദ്ധിച്ചുകൊണ്ട് രുദ്രൻ നടന്നു നീങ്ങി. ആ അണ്ടർഗ്രൗണ്ട് വാതിൽ വിഷ്ണു അടച്ചുകൊണ്ട് രുദ്രനെ നോക്കി ചിരിച്ചു. തുടരുന്നു. ശരിക്കും കണ്ടില്ലേ, നമ്മുടെ രുദ്രൻ അത്ര ദുഷ്ടനൊന്നുമല്ല. ഇഷയുടെ ഫാമിലിയെ കൊന്ന ആൾക്കാരെയും ഇഷയുടെ സഹോദരൻ ഇഷിത്തിന് അവൻ്റെ ജീവനും സേഫ് ആക്കാനും രുദ്രൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ നാളെ കാത്തിരുന്നാലും അടുത്ത ഭാഗവുമായി നാളെ വരാം. തുടരുന്നു.